ശബരിമല യുവതീ പ്രവേശനത്തിനെതിരായ പ്രതിഷേധങ്ങൾ ബിജെപി അവസാനിപ്പിക്കുന്നു. അയ്യപ്പ ഭക്തരും ജനങ്ങളും സമരത്തിനെതിരെ തിരിഞ്ഞ സാഹചര്യത്തിലാണ് ബിജെപിയുടെ തീരുമാനം. സമരത്തിന് ജനപിന്തുണ നഷ്ടമാകുന്നതായും ബിജെപി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ആചാര സംരക്ഷണ സമരത്തിന്റെ മറവിൽ സന്നിധാനത്ത് ആചാരലംഘനവും ആക്രമണവും നടത്തിയ സംഘപരിവാർ സംഘങ്ങൾക്കെതിരെ ഭക്തർ ഒന്നൊന്നായി രംഗത്തെത്തി. ഒപ്പം ശബരിമലയിൽ പ്രതിഷേധങ്ങൾ പാടില്ലെന്നും നിരോധനാജ്ഞ തുടരാമെന്ന ഹൈക്കോടതി ഉത്തരവും വന്നതോടെ ബിജെപിക്ക് സമരത്തിന് പോലും പ്രവർത്തകരെ കിട്ടാതായി. ഈ സാഹചര്യത്തിൽ നിലയ്ക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്താനിരുന്ന മാർച്ച് യുവമോർച്ചയ്ക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. കഴിഞ്ഞ 25-ന് ബിജെപി സംസ്ഥാന സെക്രട്ടറി വി കെ സജീവന്റെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ചിരുന്ന മാർച്ച് കേവലം 8 പേരുടെ കാർ യാത്രയിൽ ഒതുങ്ങി. സർക്കുലർ പ്രകാരം സന്നിധാനത്തെത്തിയ RSSകാരുടെ ക്രിമിനൽ പശ്ചാത്തലവും തിരിച്ചറിഞ്ഞതോടെ സംഘപരിവാർ അജണ്ടയുടെ പൊള്ളത്തരങ്ങൾ മനസ്സിലാക്കിയ ജനങ്ങൾ ശബരിമലയിലേക്ക് എത്തിത്തുടങ്ങി. മല കയറി വരുന്ന തീർത്ഥാടകർക്ക് സുഗമമായി 18-ാം പടി ചവിട്ടി ദർശനം നടത്തി മടങ്ങാം. എരുമേലി, നിലയ്ക്കൽ, പമ്പ എന്നിവിടങ്ങളിലെ സ്ഥിതിയും സമാനമാണ്. ഈ സ്ഥിതിയിൽ സമരം രഹസ്യമായി പിൻവലിച്ച് സംസ്ഥാനതലത്തിൽ വ്യാപകമാക്കാമെന്ന തീരുമാനത്തിലാണ് ബിജെപി. ഇരുമുടിക്കെട്ട് നിലത്തെറിഞ്ഞ കെ സുരേന്ദ്രന്റെയും നിലപാടില്ലാതെ രഥമുരുട്ടിയ ശ്രീധരൻപിള്ളയുടെയും ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിഞ്ഞതോടെ അധികകാലം സമരനാടകവുമായി മുന്നോട്ടു പോകാനാകില്ലെന്ന് ബിജെപി സംസ്ഥാന നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ശബരിമലയിൽ സംഘർഷം നിലനിർത്തണമെന്ന അമിത്ഷായുടെ നിർദ്ദേശമാണ് ഇതോടെ പൊളിഞ്ഞത്. നിലയ്ക്കലിൽ നിന്നും TP പ്രശാന്ത്. അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ കർഷകരുടെ മഹാമാർച്ചിന് ദില്ലിയിൽ തുടക്കം. വൈകുന്നേരത്തോടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള മാർച്ച് രാംലീല മൈതാനിയിലെത്തും. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, കർഷക മാർച്ച് ആരംഭിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് മാർച്ച് പുരോഗമിക്കുന്നത്? ഒപ്പം തന്നെ വൈകുന്നേരം രാംലീല മൈതാനിയിൽ മാർച്ച് ഒന്നിക്കുന്നു. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ. പ്രിയ, തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കാർഷിക പ്രശ്നങ്ങൾ അവഗണിക്കുന്ന വർഗീയ വിഭജനത്തിന് ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ ദില്ലിയിൽ നടക്കുന്ന കർഷക മാർച്ച്. 5 ഭാഗങ്ങളിലായി കേന്ദ്രീകരിച്ച കർഷകർ ഇപ്പോൾ രാജ്യ തലസ്ഥാനത്തേക്ക് പദയാത്ര നടത്തുന്നു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകർ ഭരത്ഗറിൽ നിന്ന് ഏകദേശം 24 കിലോമീറ്റർ സഞ്ചരിച്ചാണ് രാംലീല മൈതാനിയിൽ എത്തേണ്ടത്. ദക്ഷിണേന്ത്യ എന്നുള്ള കർഷകരാകട്ടെ നിസാമുദ്ദീനിൽ നിന്നും മാർച്ച് ആരംഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ഭാഗങ്ങളിലും ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് തുടങ്ങിയ വടക്കുകിഴക്കൻ സംസ്ഥാന, മധ്യ കേരളത്തിലെ കർഷക പ്രക്ഷോഭങ്ങൾ, സമരങ്ങൾ, ആ കർഷകർ എത്തുന്ന സമരങ്ങൾ പ്രത്യേക സ്ഥലങ്ങൾ നൽകിയിട്ടുണ്ട്. അങ്ങനെ ഇവർ പല ഭാഗങ്ങളിലായി ഇപ്പോൾ ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുകയാണ്. വൈകുന്നേരത്തോടു കൂടി ഈ മാർച്ച് എല്ലാം രാംലീല മൈതാനിയിൽ ഒത്തുചേരും. അതേസമയം വിവിധ സാമൂഹ്യ പ്രവർത്തകരും ഈ മാർച്ചിന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. മേധാ പട്കർ അടക്കമുള്ളവർ മാർച്ചിന്റെ മുൻനിരയിൽ തന്നെ അണിചേരുന്നു. നേഷൻ ഫോർ ഫാർമേഴ്സ് എന്ന പേരിൽ യുവാക്കൾ, മധ്യവർഗം അടക്കമുള്ളവർ ഇപ്പോൾ ഈ മാർച്ചിന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വലിയ തോതിലുള്ള മാർച്ചാണ്. ഈ അടുത്ത കാലത്തൊന്നും ഡൽഹി കാണാത്ത രീതിയിലുള്ള ഒരു വലിയ തോതിലുള്ള മാർച്ചാണ് ഇപ്പോൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നത്. ഇതിനുശേഷം നാളെ 11 മണിയോടുകൂടി ഇവർ ഒരുമിച്ച് രാംലീല മൈതാനിയിൽ നിന്ന് പാർലമെന്റിൽ മാർച്ച് നടത്തും. പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഈ കർഷക പ്രശ്നം പരിഹരിക്കാൻ ഒരു പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കുക എന്നതാണ്. കൂടാതെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള MP രാജു ഷെട്ടി, കേരളത്തിൽ നിന്നുള്ള MP KK രാഗേഷ് തുടങ്ങിയവർ കർഷകർക്ക് 2 സ്വകാര്യ ബില്ലുകൾ പാർലമെന്റിൽ അവതരിപ്പിച്ചിരുന്നു. ഇത് രണ്ടും നിയമമാക്കണം എന്ന ആവശ്യവും കർഷകർ ഈ സമരത്തിൽ ഉന്നയിക്കുന്നുണ്ട്. കിസാൻ മുക്തി ബില്ലുകൾ എന്നാണ് അവ അറിയപ്പെടുന്നത്. കൂടാതെ മറ്റു പല ഈ കാർഷിക ലോണുകൾ എഴുത്തല് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നേരത്തെ നൽകിയ വാഗ്ദാനങ്ങളൊന്നുമല്ല ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്ന നയങ്ങളിലുള്ളത്. അതിൽ നിന്നൊക്കെ പിന്നോട്ട് മാറി കർഷകർ മുഴുവൻ ദുരിതത്തിലാകുന്നു. അപ്പൊ ഇതിന്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ ദില്ലിയിൽ കാണുന്നത്. പ്രിയ, വെള്ളിയാഴ്ചയാണ് മാർച്ച് പാർലമെന്റിലേക്ക് പോകുന്നുണ്ട്. തുടർന്നൊരു കർഷക സമ്മേളനവും നടത്തുന്നുണ്ട്. ഇതിന്റെ കൂടി വിവരങ്ങൾ. പ്രിയ, അതായത് നാളെ രാവിലെ 11 മണിയോടുകൂടി രാംലീലയിൽ നിന്ന് ഈ കർഷകരെല്ലാവരും കൂടി ഒരുമിച്ച് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തും. പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ഈ മാർച്ചിനെ അഭിസംബോധന ചെയ്യാനെത്തും. CPIM-ൽ നിന്ന് സീതാറാം യെച്ചൂരി എത്തുമ്പോൾ കോൺഗ്രസിൽ നിന്ന് രാഹുൽ ഗാന്ധി തന്നെയാണ് നാളെ ഈ കർഷകരെ അഭിസംബോധന ചെയ്യാൻ പാർലമെന്റിന്റെ മുമ്പിലേക്ക് എത്തുന്നത്. ഇവരുടെ ആവശ്യങ്ങൾ അവഗണിക്കാതെ മുന്നോട്ട് പോകാനാകില്ല. ഇന്ന് രാവിലെ കൂടി ഈ കർഷക സംഘടനകൾ സംസാരിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ചലോ അയോധ്യ തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വർഗീയതയിലേക്ക് കാര്യങ്ങൾ മാറ്റാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. കർഷകരാകട്ടെ ഇവിടെ ഒരു ഭാഗത്ത് ദുരിതത്തിലായിരിക്കുന്നു. 5 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ പോലും പ്രകടന പത്രികയിൽ പല വാഗ്ദാനങ്ങൾ നൽകുന്നു എന്ന് അടിസ്ഥാനപരമായി ഇതിന്റെ ദുരിതം അനുഭവിക്കേണ്ടത് കർഷകർ തന്നെയാണ്. അവരുടെ ജീവിത രീതിയിൽ മാറ്റമൊന്നുണ്ടാവില്ല. അപ്പൊ ഇതിനെതിരെ ഇത് ശ്രദ്ധയിൽപ്പെടുത്തുക, അതിനുവേണ്ടി തന്നെയാണ് ഡൽഹി നേരത്തെ മഹാരാഷ്ട്ര, മധ്യപ്രദേശ് തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ മാർച്ച് നടത്തിയിരുന്നു. ഡൽഹിയിലേക്ക് ഇത്ര സംയുക്തമായി ഈ മാർച്ച് എത്തുക, ഡൽഹി
കേന്ദ്ര അധികാരികൾക്ക് മുമ്പിലെത്തുക, അവരുടെ കണ്ണു തുറപ്പിക്കുക. ഇത് തന്നെയാണ് ഇന്നത്തെ സമരത്തിന്റെ ലക്ഷ്യം. നാളെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും, പ്രമുഖ നേതാക്കൾ എല്ലാവരും ഈ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഡൽഹിയിൽ കർഷക റാലിക്ക് തുടക്കമായിരിക്കുകയാണ്. വൈകിട്ട് രാംലീല മൈതാനിയിൽ മാർച്ച് സംഗമിക്കും. വിവരങ്ങളാണ് സന്തോഷ് സർലിംഗ് നൽകിയത്. 25 വയസ്സും അതിനു മുകളിലും പ്രായമുള്ള വിദ്യാർത്ഥികൾക്ക് MBBS അടക്കമുള്ള UG കോഴ്സുകളുടെ പ്രവേശനത്തിനായുള്ള നീറ്റ് പരീക്ഷയ്ക്ക് ഹാജരാകാമെന്ന് സുപ്രീം കോടതി. നീറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒരാഴ്ചത്തേക്ക് കൂടി നീട്ടാനും ജസ്റ്റിസ് SA ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചു. എന്നാൽ CBSE പ്രായപരിധി നിശ്ചയിച്ചതിനെതിരെ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള കേസിന്റെ വിധിക്ക് അനുസൃതമായിരിക്കും പ്രവേശനം സംബന്ധിച്ച അന്തിമ തീരുമാനമെന്ന് കോടതി. അപേക്ഷിക്കാനുള്ള തീയതി നാളെ അവസാനിക്കാനിരിക്കെയാണ് കോടതിയുടെ നടപടി. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഇതുവരെ ലഭ്യമായ തുക തികയില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. ലഭിച്ച തുകയിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് റേഷൻ ഇനത്തിലും രക്ഷാപ്രവർത്തനത്തിന് വിമാനങ്ങൾ ഉപയോഗിച്ചതിനും പണം നൽകേണ്ട സ്ഥിതിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചട്ടം 300 പ്രകാരം മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കിയതാണ് ഇക്കാര്യം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി സാലറി ചലഞ്ച് മുഖേന സമാഹരിച്ച തുക ഉൾപ്പെടെ 27/11/2018 വരെ ലഭ്യമായത് 2683.18 കോടി രൂപയാണ്. ഇതിൽ ചിലവായ തുക 688.48 കോടി രൂപയും. ഇതിനു പുറമെ വീടുകളുടെ നാശനഷ്ടത്തിന് CMDRF-ൽ നിന്നും 1357.78 കോടി രൂപയും ചിലവ് പ്രതീക്ഷിക്കുന്നു. ലോകബാങ്കിന്റെയും ഐക്യരാഷ്ട്ര സംഘടനകളുടെയും കീഴിലുള്ള ഏജൻസികളുടെയും സൂചിക പ്രകാരം നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ 31,000 കോടി രൂപ മുതൽ മുടക്കേണ്ടതുണ്ട്. ചട്ടം 300 പ്രകാരം മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കിയതാണ് ഇക്കാര്യം. ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരം രൂപീകരിച്ച സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ 987.73 കോടി രൂപയാണ് ലഭ്യമായിട്ടുള്ളത്. ഇതിൽ 586.4 കോടി രൂപ നാളിതുവരെ ചെലവായിട്ടുണ്ട്. നിലവിൽ 706.74 കോടി രൂപ കൂടി ലഭ്യമായാലേ നാളിതുവരെയുള്ള ബാധ്യത തീർക്കാനാവുകയുള്ളൂ. എന്നാൽ കേന്ദ്ര സർക്കാരിന് തന്നെ റേഷൻ ഇനങ്ങളിലും രക്ഷാപ്രവർത്തനത്തിന് വിമാനങ്ങൾ ഉപയോഗിച്ചതിലുമായി 290.74 കോടി രൂപ നൽകേണ്ടതുണ്ട് എന്നതാണ് നിലവിലെ സ്ഥിതി. SDRF-ലുള്ള തുക മുഴുവൻ വിനിയോഗിച്ചാലും ബാധ്യതയുള്ള തുക മുഴുവൻ കൊടുത്തു തീർക്കാൻ നിലവിലുള്ള ഫണ്ട് പര്യാപ്തമല്ലെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. നമ്മുടെ പുനർനിർമ്മാണം എങ്ങനെ നടത്താമെന്ന് സംബന്ധിച്ച് ഒരു കാഴ്ചപ്പാട് സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആസൂത്രണത്തിലും നിർമ്മാണത്തിലും വേഗതയും കാര്യക്ഷമതയും ഉൾക്കൊള്ളുന്നതാണത്. കേരള പുനർനിർമ്മാണ പദ്ധതി എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ദുരന്തബാധിതരെ സാധാരണ ജീവിതത്തിലേക്ക് വേഗം മടക്കിക്കൊണ്ടുവരുവാനാവുക എന്ന സുപ്രധാനമായ കാഴ്ചപ്പാടും ഇത് മുന്നോട്ട് വയ്ക്കുന്നു. സമൂഹത്തിലെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങളെ പ്രത്യേകമായി കണ്ടുകൊണ്ടുള്ള പുനർനിർമ്മാണമാണ് ലക്ഷ്യം വെക്കുന്നതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തുടർച്ചയായ രണ്ടാം ദിനവും ശബരിമല വിഷയത്തിൽ സഭ സ്തംഭിച്ചു. ചോദ്യോത്തരവേള റദ്ദ് ചെയ്ത് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യം സ്പീക്കർ നിരാകരിച്ചു. ശബരിമലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിച്ചതായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി. പ്രതിപക്ഷ പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കഴിഞ്ഞ ദിവസത്തേതിന് സമാനമായി ചോദ്യോത്തരവേള റദ്ദാക്കി അടിയന്തര പ്രമേയം പരിഗണിക്കണം എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ചോദ്യോത്തരവേള റദ്ദ് ചെയ്തുകൊണ്ട് ആ വിഷയം ഇവിടെ അവതരിപ്പിക്കാനും അത് ചർച്ചയ്ക്കെടുക്കണമെന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആവശ്യം ബഹുമാനപൂർവ്വം ഞാൻ സ്പീക്കറുടെ മുമ്പിൽ വെക്കുകയാണ്. അത് വിശദമായി ഈ സഭയിൽ വന്നു കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് അതൊരു അടിയന്തര പ്രമേയം തന്നെ അനുവദിക്കേണ്ട കാര്യം വരുന്നില്ല. പിന്നെ ഇപ്പോൾ സഭ നിർത്തി, ഇപ്പോൾ ക്വസ്റ്റ്യൻ അവർ റദ്ദ് ചെയ്തുകൊണ്ട് അത്തരമൊരു വിഷയത്തിലേക്ക് കടക്കേണ്ടതുമില്ല. ചോദ്യോത്തരവേള റദ്ദാക്കി അടിയന്തര പ്രമേയം പരിഗണിക്കാൻ സാധിക്കില്ലെന്ന് സ്പീക്കറും വ്യക്തമാക്കി. തുടർന്ന് പ്രതിപക്ഷം പ്രതിഷേധവുമായി സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങുകയും സ്പീക്കറുടെ ഡയസിന് മുന്നിലെത്തി സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയും ചെയ്തു. കൂടാതെ കേരള ഗവൺമെന്റ് 1965 പാസാക്കിയ കേരള ഹിന്ദു ആരാധനാ സ്ഥലങ്ങൾ പ്രവേശനാനുമതി ജനങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷ നിലപാട് നിരുത്തരവാദപരമാണെന്ന് സ്പീക്കർ വിമർശിച്ചു. ശബരിമല വിഷയത്തിൽ ചോദ്യോത്തരവേളയിൽ തന്നെ വിഷയം ഉപചോദ്യമായി ഉന്നയിക്കാമെന്ന സ്പീക്കറുടെ നിർദ്ദേശവും പ്രതിപക്ഷം ചെവിക്കൊണ്ടില്ല. അതേസമയം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ ശബരിമലയിൽ വികസിച്ചതായി ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രതിപക്ഷത്തിന് മറുപടി നൽകി. യഥാർത്ഥത്തില് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ പമ്പ മാത്രമായിരുന്നു ബേസ് ക്യാമ്പായിട്ടുണ്ടായിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന സൗകര്യങ്ങൾ പരിമിതമായിരുന്നു. പമ്പയെ അതിൻ്റെ തനിമയോടുകൂടി പാവനതയോടുകൂടി സംരക്ഷിച്ചുകൊണ്ട് നിലയ്ക്കലിനെ ബേസ് ക്യാമ്പാക്കി മാറ്റിക്കൊണ്ടുമുള്ള ഒരു സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്.
എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച് നിയമസഭാ സമിതിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. സ്പീക്കറുടെ നിലപാട് അംഗീകരിക്കാതെ പ്രതിപക്ഷം പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ ചോദ്യോത്തരവേള സസ്പെൻഡ് ചെയ്യുകയും ഉപക്ഷേപങ്ങളും ശ്രദ്ധ റദ്ദാക്കി മറ്റു നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ KSU പ്രവർത്തകയുടെ പരാതി AICC പ്രസിഡന്റ് രാഹുൽ ഗാന്ധിക്ക്. KPCC, DCC നേതൃത്വങ്ങൾക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് പെൺകുട്ടി രാഹുൽ ഗാന്ധിക്ക് പരാതി നൽകിയത്. നാട്ടിക നിയോജക മണ്ഡലത്തിൽ താമസിക്കുന്ന KSU പ്രവർത്തകയാണ് തളികുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൂടിയായ KSU കോൺഗ്രസ് നേതാവ് KJ യദുകൃഷ്ണനെതിരെ KPCCക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഒക്ടോബർ 13-ന് KPCC ആസ്ഥാനത്ത് പെൺകുട്ടി നേരിട്ടെത്തി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന് പരാതി നൽകിയെങ്കിലും നടപടിയെടുത്തിട്ടില്ല. ഇത് വാർത്തയായപ്പോൾ KPCC ജനറൽ സെക്രട്ടറി പത്മജ വേണുഗോപാൽ, KPCC വൈസ് പ്രസിഡന്റ് ലാലി വിൽസന്റ് എന്നിവരടങ്ങുന്ന കമ്മീഷനെ നിയോഗിച്ചെങ്കിലും കോൺഗ്രസ് നേതാവിന് അനുകൂലമായാണ് ഇവർ ഇടപെടൽ നടത്തിയത്. തുടർന്ന് പോലീസിന് പെൺകുട്ടി നൽകിയ പരാതിയിൽ യദുകൃഷ്ണയ്ക്കെതിരെ പോസ്കോ ചുമത്തി പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ നേതാക്കളുടെ ഇടപെടലും സ്വാധീനവും കൊണ്ട് പോലീസ് അന്വേഷണം തുടർ നടപടിയില്ലാതെ കിടക്കുകയാണ് എന്ന് പെൺകുട്ടി പറയുന്നു. ഈ സാഹചര്യത്തിലാണ് പെൺകുട്ടി രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചത്. DCCയും KPCCയും ഒത്തുകളിക്കുന്നു എന്ന് വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത പാർട്ടിയിൽ നിന്നും നേതാക്കളിൽ നിന്നും മോശം അനുഭവമാണ് ഉണ്ടായതെന്നും പെൺകുട്ടി പരാതിപ്പെടുന്നു. ഇപ്പോൾ ഒരു 1 month ആയി എന്നാണ് 1 month ആവുന്നു. അപ്പോൾ ഇതുവരെയായിട്ടും യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല. ഞാനും എൻ്റെ അമ്മയും മാത്രമാണ് താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് പുറമെ പലതരത്തിലുള്ള ഭീഷണികളും അതും ഇതുമൊക്കെ ഉണ്ട്. ജില്ലയിലെ കോൺഗ്രസ് KSU പ്രവർത്തകരടക്കമുള്ള പല പെൺകുട്ടികളോടും യദുകൃഷ്ണ മോശമായി പെരുമാറിയിട്ടുണ്ടെന്നും ആരോപണമുണ്ട്. ഇത്തരത്തിൽ വലിയ പീഡന പരാതി ഉണ്ടായിട്ടും ഇതുവരെ യദുകൃഷ്ണയ്ക്കെതിരെ നടപടി ഉണ്ടാകാത്തത് ജില്ലയിലെ വനിതാ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്കിടയിൽ കടുത്ത പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അതിനൂതന ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായി ഹൈസിസ് ISRO വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം. രാവിലെ 9:50 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു ഹൈസിസിന്റെ വിക്ഷേപണം. 112 മിനിറ്റുകൾ കൊണ്ട് ഉപഗ്രഹം ഭ്രമണപഥത്തിലെത്തുകയും ചെയ്തു. ISRO തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹമാണ് ഹൈസിസ്. ഹൈസിസിന്റെ പ്രധാന ലക്ഷ്യമെന്നത് ഭൂമിയുടെ ഉപരിതലത്തെ ഏറ്റവും അടുത്തുനിന്ന് നിരീക്ഷിക്കുക എന്നതാണ്. കൂടാതെ പ്രതിരോധം, കാർഷിക മേഖലകൾക്ക് കൂടി ഹൈസിസ് സഹായകരമാകും. PSLV-C-43ലാണ് ഉപഗ്രഹം ഭ്രമണപഥത്തിലേക്ക് കുതിക്കുകയും ചെയ്തത്. ഹൈസിസിനൊപ്പം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് 30 ചെറു ഉപഗ്രഹങ്ങളും PSLV-C-43യിൽ വിക്ഷേപിച്ചിട്ടുണ്ട്. പ്രക്ഷേപണം വിജയകരമായിരുന്നുവെന്ന് ISRO ചെയർമാൻ വ്യക്തമാക്കുകയും ചെയ്തു. നാഷണൽ ഡെസ്ക്. ശബരിമലയിലെ നിലവിലെ നിയന്ത്രണങ്ങളിൽ മാറ്റം വരുത്തുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ. വാവരുനടയിലെ നിയന്ത്രണങ്ങളിൽ മാറ്റം വരുത്തുമെന്നും പത്മകുമാർ പറഞ്ഞു. മാറിയില്ലേ? ആദ്യം തുടക്കത്തിലുണ്ടായ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതിൽ നമ്മൾ കണ്ടത് ഇപ്പം മഹാകാണിക്കയുടെ അവിടേക്ക് പോകുന്ന പ്രശ്നം, വാവരുനടയുടെ അവിടുത്തെ ബാരിക്കേഡിന്റെ പ്രശ്നം, ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇപ്പം തീരുമാനിച്ചിട്ടുണ്ട്. ബാക്കി ബാരിക്കേഡുകൾ ഇപ്പോൾ അവിടുത്തെ ക്രൗഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ആവശ്യമുള്ളത് നിൽക്കട്ടെ. പക്ഷേ വാവരുനടയുടെ അവിടെയും അതുപോലെ തന്നെ മഹാകാണിക്കയുടെ അവിടെയൊക്കെ ഭക്തജനങ്ങൾക്ക് പോകാനുള്ള അസൗകര്യം മാറ്റും. അത് എന്തായാലും ആ ബാരിക്കേഡുകൾ മാറ്റിയേ പറ്റും. ശബരിമലയിൽ ദർശനത്തിന് വേണ്ടുന്ന എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്ന് ഭക്തർ. ശബരിമലയിലെത്തിയ തീർത്ഥാടകരുടെ പ്രതികരണത്തിലേക്ക്. പുറത്ത് പല ഇഷ്യൂസും വന്ന്, പക്ഷെ ഇവിടെ വരുമ്പോൾ അതിനെ പറ്റിയൊന്നും നമുക്ക് അങ്ങനെ തോന്നുന്നില്ല. പുറത്തുനിന്ന് ആകുമ്പോൾ പറഞ്ഞാൽ പല ആളും പല ഭൂരിയായിരുന്നു. അങ്ങനെ സംസാരത്തിൽ നമ്മൾ വരാൻ തന്നെ ഒരു വളരെ ആശങ്കയായിരുന്നു. ഇവിടെ വന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്നല്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ അങ്ങനെ യാതൊന്നും തോന്നുന്നില്ല. അല്ല, ഇത്ര നിങ്ങളെ TV-യിലെല്ലാം വന്നതന്നെയല്ലേ, മാധ്യമങ്ങളിൽ വരുന്നില്ല പലതും. അതുപോലെയൊന്നും സംഭവിച്ചില്ല, കണ്ടിട്ടില്ല. 9 வருஷமா வந்துட்டு இருக்கோம். இந்த இயர் பார்த்தீங்கன்னா ரொம்ப 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 கூட்டம் கம்மியாக இருக்குது. ரீசன் பார்த்தீங்கன்னா அந்த பிரச்சனை நடந்ததுனால தான். எப்போ வந்தாலுமே கிட்டத்தட்ட 2 hours வந்து வெயிட் பண்ணி தான் சாமி பார்ப்போம். இந்த டைம் பீரியட் ஒரு 5 minutes வந்தோடனே சுற்றி சாமி பார்த்துட்டோம். ரொம்ப கூட்டம் கம்மியாக இருக்குது. பக்தர் எல்லாரும் வரணும்னு ஆசைப்படுறோம். தரிசனம் எப்படி இருந்ததுன்னா எப்பயுமே சாமி வந்து பார்க்கும்போது ரொம்ப கூட்டமாக இருக்கும், பார்க்கறது கஷ்டமாக இருக்கும். இந்த டைம் பார்த்தீங்கன்னா நம்ம போய் சாமி பார்க்கும்போது தான் நெய் எடுத்து மேலே ஊற்றுனாங்க. தரிசனம் வந்து அருமையாக இருந்தது. எந்த பிரச்சனையும் இல்லை. அந்த மழையினாலே தான் கொஞ்சம் ப்ராப்ளங்கள். மற்றபடி எந்த ஒரு இதுவும் ஆன்லைன் புக்கிங் கரெக்டாக இருந்துச்சு. எந்த ஒரு ப்ராப்ளமும் இல்லை. கூட்டம் தான் கொஞ்சம் கம்மியாக இருக்குது.
ஒன்றும் பிரச்சனை இல்லை. அது இல்லாமல் டிவி நியூஸ் தான் அந்த மாதிரி போடுறாங்க. டிவி நியூஸ் இந்த மாதிரி ப்ராப்ளமாக இருக்குது, கூட்டம் கம்மியாக இருக்குது, ஏதாவது அசம்பாவிதம் நடக்கும், போராட்டம் பண்ணுறாங்க அப்படிங்கிற மாதிரி அங்கே சொல்கிறாங்க டிவி நியூஸ். ஆமாம், இருமுடி கட்டலை. நாங்கள் போன வருஷம் கட்டணும், இன்னும் இப்போ கட்டலை, கட்டாமல் இருந்தோம். அப்போ சொன்னாங்க பொம்பளைங்க அனுப்ப மாட்டாங்க, அங்கே போகாது இருக்கிறாங்க, சண்டை இருக்குது, கோர்ட்டுக்கு போட்டாங்கன்னு சொன்னாங்க. இப்போ எங்களுக்கு டேட் ஆகாதுல்ல, 50 மேலே ஆயிடுச்சு. அதனால் நாங்கள் போகலான்ட்டு போன வருஷம் நாங்கள் வந்தோம், சபரிமலைக்கு மாலை போட்டு வந்தோம். இப்போ மாலை போடாமல் நாங்கள் பம்பளை இருக்கலான்ட்டு வந்துட்டோம். இப்போ நாங்கள் ஏறி வந்துட்டோம்மா, சுவாமி விசுவாசம் வைக்கிட்டு வந்துட்டோம். நாங்கள் இங்கே நல்லா தரிசனம் ஆச்சு. ശബരിമലയിൽ പ്രതിഷേധം കെട്ടടങ്ങുമ്പോൾ അന്യസംസ്ഥാനത്ത് നിന്നടക്കം കൂടുതൽ തീർത്ഥാടകരെ പ്രതീക്ഷിച്ച് ദേവസ്വം ബോർഡ്. അതേസമയം സന്നിധാനത്ത് നിരോധനാജ്ഞയുടെ ഭാഗമായുള്ള നിയന്ത്രണങ്ങളിൽ പത്തനംതിട്ട ജില്ലാ കളക്ടർ ഇളവ് ഏർപ്പെടുത്തി. പ്രായമായവർക്കും കുട്ടികൾക്കും നടപ്പന്തലിൽ വിരിവയ്ക്കാം. മാളികപ്പുറത്തിന് താഴെ സംഘമായി നാമം ജപിക്കാനും അനുവാദം. 18-ാം പടിക്ക് സമീപവും വാവരനടയ്ക്ക് സമീപവും നിയന്ത്രണങ്ങൾ തുടരും. രാവിലെ നിർമ്മാല്യ ദർശനത്തിന് തിരക്ക് കുറവായിരുന്നുവെങ്കിലും 10 മണിയോടെ തീർത്ഥാടക തിരക്ക് വർദ്ധിച്ചു. നിലയ്ക്കലിൽ നിന്നും തിരക്ക് നിയന്ത്രിച്ചു വിടുന്നതിന്റെ പ്രതിഫലനവും സന്നിധാനത്ത് പ്രകടമാണ്. 18 പടികളും തൊട്ടുതൊഴാനുള്ള അവസരവും ദീർഘനേരം ദർശനത്തിനുമുള്ള സമയവും എല്ലാ തീർത്ഥാടകർക്കും ലഭിച്ചത് ഇവരെ സന്തോഷത്തിലാഴ്ത്തി. നാളിതുവരെ ലഭിക്കാത്ത അസുലഭ നിമിഷങ്ങളായാണ് ഈ അനുഭവത്തെ തീർത്ഥാടകർ കാണുന്നത്. പുറത്ത് പല ഇഷ്യൂസും വന്ന്, പക്ഷെ ഇവിടെ വരുമ്പോൾ അതിനെ പറ്റിയൊന്നും നമുക്ക് അങ്ങനെ തോന്നുന്നില്ല. പുറത്തുനിന്ന് ആകുമ്പോൾ പറഞ്ഞാൽ പലയാളും പല ഭൂരിയായിരുന്നു. അങ്ങനെ സംസാരത്തിൽ നമ്മൾ വരാൻ തന്നെ ഒരു വളരെ ആശങ്കയായിരുന്നു. ഇവിടെ വന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്നല്ല. പക്ഷെ ഇവിടെ வந்தപ്പോൾ അങ്ങനെ യാതൊന്നും തോന്നുന്നില്ല. 9 வருஷமா வந்துட்டு இருக்கோம். இந்த இயர் பார்த்தீங்கன்னா ரொம்ப 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 கூட்டம் கம்மியாக இருக்குது. ரீசன் பார்த்தீங்கன்னா அந்த பிரச்சனை நடந்ததுனால தான். எப்போ வந்தாலுமே கிட்டத்தட்ட 2 hours வந்து வெயிட் பண்ணி தான் சாமி பார்ப்போம். இந்த டைம் பீரியட் ஒரு 5 minutesல வந்தோடனே சுற்றி சாமி பார்த்துட்டோம். ரொம்ப கூட்டம் கம்மியாக இருக்குது. ഭക്തർ എല്ലാവരും വരണം ആശപ്പെടുறோம். അന്യസംസ്ഥാനങ്ങളിൽ സംഘപരിവാർ പ്രവർത്തകർ ആസൂത്രിതമായി നടത്തിയ ആശങ്കകൾ വ്യാജമായിരുന്നുവെന്ന് സന്നിധാനത്തെത്തിയ തീർത്ഥാടകർ തിരിച്ചറിയുകയും ചെയ്തു. அங்கே அந்த மாதிரி எந்த ஒரு ப்ராப்ளம் இல்லை. அங்கே தான் சொல்கிறாங்க, இங்கே வந்து அந்த மாதிரி எந்த ஒரு ப்ராப்ளமும் இல்லை. நல்லபடியாக சாமி தரிசனம் நல்லபடியாக முடிச்சு, கூட்டம் தான் கம்மி, வேறு எந்த ப்ராப்ளம் இல்லை. இப்போ நாங்கள் ஏறி வந்துட்டோம்மா, சுவாமி விசுவாசம் வைக்கிட்டு வந்துட்டோம். நாங்கள் இங்கே நல்லா தரிசனம் ஆச்சு. അതേസമയം തീർത്ഥാടകരുടെ തിരക്ക് കുറഞ്ഞത് വരുമാനത്തെയും ബാധിച്ചിട്ടുണ്ട്. 26 കോടി രൂപയുടെ വരുമാന നഷ്ടമാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ആദ്യ 12 ദിനത്തിൽ ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. അരവണ വരുമാനത്തിൽ 11 കോടി രൂപയുടെയും അപ്പം വരുമാനത്തിൽ 3.5 കോടി രൂപയുടെയും നഷ്ടം ഉണ്ടായിട്ടുണ്ട്. നിരോധനാജ്ഞയുടെ ഭാഗമായുള്ള നിയന്ത്രണത്തിൽ ഇളവ് നൽകിയിട്ടുണ്ട്. നാളെ പമ്പയിലും സന്നിധാനത്തും സുരക്ഷാ ചുമതലയ്ക്ക് പുതിയ ഉദ്യോഗസ്ഥരാകും നേതൃത്വം നൽകുക. ഒപ്പം നാളെ ഉന്നത ദേവസ്വം ഉദ്യോഗസ്ഥരുടെ യോഗവും ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിന്റെ നേതൃത്വത്തിൽ സന്നിധാനത്ത് നടക്കും. ന്യൂസ് ബ്യൂറോ, സന്നിധാനം. ശബരിമല തീർത്ഥാടനം പൂർണ്ണ തൃപ്തി നൽകുന്നുവെന്നും ദർശനത്തിന് ഉൾപ്പെടെ എല്ലാവിധ സൗകര്യങ്ങളും സർക്കാരും പോലീസും ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്നും തീർത്ഥാടകർ പീപ്പിൾ ടിവിയോട് വ്യക്തമാക്കി. വന്നത് നല്ല തിരക്കുകളൊക്കെ ഉണ്ടെങ്കിലും വളരെ നല്ല സഹകരണം തന്നെ. പോലീസുകാരായാലും എവിടെയായാലും അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ ചാനലിൽ കാണുന്ന പോലെയൊന്നും അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ല. അയ്യപ്പ ഭക്തന്മാർക്ക് വളരെ നല്ല യാത്ര ഇപ്പം കാണാനും തൊഴാനും നല്ല വൃത്തിയോടുകൂടി ശരിക്കും നല്ല വിശ്വാസത്തോടു കൂടി തൊഴാൻ പോകാനുള്ള സാഹചര്യം ഇപ്പോഴും ഉണ്ട്. നല്ല സൗകര്യം, നല്ല ഫെസിലിറ്റി ഉണ്ട്. ഞാൻ ഹൈദരാബാദ് വന്നിട്ടുണ്ട്, ഗുണ്ടൂർ ആൻഡ്രാമാൻ. ആക്ച്വലി പോലീസ് സപ്പോർട്ട് വെരി ഗുഡ് ആൻഡ് റെസ്പോൺസിബിൾ, വെരി ഗുഡ് റെസ്പോൺസിബിൾ. എല്ലാവരും സപ്പോർട്ട് ഉണ്ട്. പിന്നെ സൂപ്പറായിട്ടുണ്ട്. എല്ലാം ഒരു പ്രശ്നമില്ല, കുഴപ്പമില്ല. ക്രിമിനൽ കേസുകളിൽ വേഗത്തിൽ വിചാരണ പൂർത്തിയാക്കാൻ നടപടിയെടുക്കാത്തതിന് കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയുടെ വിമർശനം. സ്വന്തം ജോലി നിറവേറ്റാതെയാണ് കേന്ദ്ര സർക്കാർ ജുഡീഷ്യറിയെ എല്ലായ്പ്പോഴും കുറ്റപ്പെടുത്തുന്നതെന്ന് കോടതി നിരീക്ഷിച്ചു. വിചിത്രമായ രീതിയാണ് ഇതെന്നും ജസ്റ്റിസ് മദൻ ബി ലോക്കൂറിന്റെ ബെഞ്ച് പരാമർശിച്ചു. ജയിലുകളിലെ തടവുകാരുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതിയുടെ വിമർശനം ഉണ്ടായിരിക്കുന്നത്. പരമോന്നത നീതിപീഠത്തിലെ പ്രധാന മലയാളി മുഖമായ ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഇന്ന് പടിയിറങ്ങും. 5 വർഷത്തിലേറെ സുപ്രീം കോടതിയിലെ ജുഡീഷ്യൽ സർവീസിലുണ്ടായിരുന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഏറ്റവും അധികം വിധികൾ എഴുതിയ സുപ്രീം കോടതി ജഡ്ജിമാരുടെ പട്ടികയിലെത്തിയ ആദ്യ മലയാളിയാണ്. ഔദ്യോഗിക ജീവിതത്തിലെ അവസാന പ്രവൃത്തി ദിവസം ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിലാണ്. വൈകിട്ട് സുപ്രീം കോടതി ബാർ അസോസിയേഷൻ നൽകുന്ന യാത്രയയപ്പാണ് കുര്യൻ ജോസഫിന്റെ അവസാന ഔദ്യോഗിക പരിപാടി.
സുപ്രീം കോടതി കൊളീജിയത്തിലെ മൂന്നാമനായ ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഇന്നലെയോടുകൂടി അദ്ദേഹം അധ്യക്ഷനായ 3-ാം നമ്പർ കോടതിയിൽ നിന്ന് പടിയിറങ്ങി. 3-ാം നമ്പർ കോടതിയിൽ ജസ്റ്റിസ് ഹേമന്ത് ഗുപ്തയ്ക്കും ദീപക് ഗുപ്തയ്ക്കുമൊപ്പം ജസ്റ്റിസ് കുര്യൻ ജോസഫ് അവസാനമായി ഒരു കേസിൽ വിധി പ്രസ്താവം നടത്തി. വധശിക്ഷ നിയമപുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള സമയമായെന്നായിരുന്നു ആ വിധി പ്രസ്താവം. അവസാന പ്രവൃത്തി ദിവസമായ ഇന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൌൾ എന്നിവർക്കൊപ്പം 1-ാം നമ്പർ കോടതിയിലിരുന്ന് 7 കേസുകൾ കേൾക്കും. 2013 മാർച്ച് 8 മുതൽ 2018 നവംബർ 29 വരെ 1034 വിധിന്യായങ്ങളാണ് കുര്യൻ ജോസഫ് എഴുതിയത്. ഏറ്റവും അധികം വിധികൾ എഴുതിയ സുപ്രീം കോടതി ജഡ്ജിമാരുടെ പട്ടികയിലെത്തിയ ആദ്യ മലയാളിയായ അദ്ദേഹം പട്ടികയിൽ 10-ാം സ്ഥാനത്താണ്. ചരിത്രത്തിൽ ആദ്യമായി സുപ്രീം കോടതിയിലെ 4 ജഡ്ജിമാർ വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ മുൻനിരയിൽ കുര്യൻ ജോസഫ് ഉണ്ടായിരുന്നു. മുത്തലാഖിനെ അനുകൂലിച്ച അന്നത്തെ ചീഫ് ജസ്റ്റിസ് JS ഗഹാറിനെ തിരുത്തി വിധിയെഴുതിയതും ജസ്റ്റിസ് കുര്യൻ ജോസഫാണ്. ജസ്റ്റിസ് KM ജോസഫിനെ സുപ്രീം കോടതിയിലെ ജഡ്ജിയാക്കാൻ കൊളീജിയം ശുപാർശ ചെയ്തപ്പോൾ അത് തടഞ്ഞുവെച്ച് നീതിന്യായ വ്യവസ്ഥയിൽ കടന്നുകയറാൻ ശ്രമിച്ച മോദി സർക്കാരിനെതിരെ ശക്തമായി പ്രതികരിച്ചതും കുര്യൻ ജോസഫാണ്. KM ജോസഫിന്റെ വിഷയത്തിൽ ജുഡീഷ്യറി പ്രതികരിച്ചില്ലെങ്കിൽ ചരിത്രം മാപ്പ് തരില്ലെന്നും പൂർണ്ണ ഗർഭാവസ്ഥയിൽ സാധാരണ പ്രസവം നടക്കുന്നില്ലെങ്കിൽ അടിയന്തര ശസ്ത്രക്രിയ തന്നെ വേണ്ടിവരുമെന്നും സഹജഡ്ജിമാർക്ക് കത്തെഴുതിയ കുര്യൻ ജോസഫ് വീണ്ടും KM ജോസഫിന്റെ ശുപാർശ അയക്കാൻ നിർണായക പങ്കുവഹിച്ചതും ശ്രദ്ധേയമാണ്. പ്രളയത്തിൽ വിറങ്ങലിച്ച കേരളത്തിന് സുപ്രീം കോടതിയിൽ നിന്ന് താങ്ങും തണലുമേകാൻ മുൻകൈയെടുത്തതും അദ്ദേഹത്തിന്റെ മനുഷ്യത്വപരമായ ഇടപെടലിന്റെ ഉദാഹരണങ്ങളാണ്. മുംബൈ സ്ഫോടന പരമ്പര കേസിലെ പ്രതി യാക്കൂബ് മേമന്റെ മരണ വാറന്റ് കുര്യൻ ജോസഫ് റദ്ദാക്കിയത് രാജ്യത്തിനകത്ത് വൻ ചർച്ചയായിരുന്നു. വിരമിച്ചതിനു ശേഷം സർക്കാർ വെച്ചു നീട്ടുന്ന സ്ഥാനമാനങ്ങൾ സ്വീകരിക്കില്ലെന്ന് മുൻകൂട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കേരള പ്രവാസി സംഘം മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. സംസ്ഥാന പ്രസിഡന്റ് PT കുഞ്ഞുമുഹമ്മദ് സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലയിലെ 16 ഏരിയ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചാണ് 5ാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള ജില്ലാ സമ്മേളനം നടക്കുന്നത്. പ്രവാസികൾക്ക് പ്രത്യേക പരിഗണനയും ചരിത്രത്തിലില്ലാത്ത ആനുകൂല്യങ്ങളും അവസരങ്ങളുമാണ് പ്രവാസികാര്യം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും നൽകുന്നതെന്ന് PT കുഞ്ഞുമുഹമ്മദ് പറഞ്ഞു. ചടങ്ങിൽ CPIM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ്, CK കൃഷ്ണദാസ്, CP റസാഖ് തുടങ്ങിയവർ പങ്കെടുത്തു.